ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫാം ഹൗസ്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എവിടെ വെച്ച് വിരിഞ്ഞ കോഴിക്കുട്ടികളാണ്. അപ്പോൾ തലക്കുഴി തന്നെ ഇരുന്ന് വിരിച്ചതാണ്. അല്ല, നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിച്ചതല്ല, നമ്മൾ ഇൻക്യുബേറ്ററിലും വെച്ചിട്ട് വിരിച്ചത് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 5 കോഴിക്കുട്ടികൾ. ഇതിൽ ഒറ്റൊരു ബീവിയും ബാക്കി എല്ലാവരും നാടനാണ്. എനിക്ക് അമ്മക്കോഴിയും നാടനുണ്ട്. അപ്പം ഈ അമ്മക്കോഴി ഇപ്പം ഏത് കോഴി വന്നാലും കൊത്തി ഓടിക്കും. അറിയുന്ന കോഴിയാണെങ്കിലും അറിയാത്ത കോഴിയാണെങ്കിലും. പക്ഷെ കുട്ടികൾ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ എണ്ണം മനസ്സിലാവില്ല. അതാ ചെറിയ കുട്ടികളെല്ലാവരും ചിക്കാൻ നോക്കാണ്. പിന്നെ ഇവർക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഭക്ഷണം കൊടുക്കാറ്. പിന്നെ ഇതിന് തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കൂട് ആക്കിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടെ കൂട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിട്ടതാണ്. അത് കോഴിക്കുട്ടി എല്ലാവരും കരയും, നന്നായി കരയും ഇപ്പോൾ പുറത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്തിട്ടതാണ്. പിന്നെ ഇപ്പോഴത്തെ കൂട്ടിൽ ഈ ഗ്രാമശ്രീ രാവിലെ തൊട്ട് ഇരിക്കുന്നുണ്ട്. എന്തിനാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാണ് നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ ഒരു കൊട്ട വെച്ചിട്ടുണ്ടായിരുന്നു, കോഴിക്കുട്ടികൾ വിരിയുന്ന മുമ്പ്. അപ്പം ഈ കറുത്ത കോഴികളാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചവർ. ഇതൊക്കെ കരിങ്കോഴിയാണ്. അതും പിന്നെ അത് അവിടെയൊക്കെ കാണുന്നത് ബ്ലാക്ക് കളറിൽ കാണുന്നതൊക്കെ കരിങ്കോഴിയാണ്. നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിച്ചതാണ്. ഒന്നല്ലാതെ ബാക്കി എല്ലാവരും കരിങ്കോഴിയാണ്. അതടുത്തൊരു വെള്ളക്കോഴിയാണ്. ഇതെൻ്റെ സൈഡിൽ തന്നെ ഒരു പൂവൻ നിൽക്കുന്നുണ്ട്. ചാടിപ്പോയി. പിന്നെ ഇവിടെ കാണുന്ന അവിടെ ഒരു തലക്കോഴിയില്ലേ, അതും അടയിരിക്കണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ അടുത്ത് മുട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ശരി, ഇപ്പം മുട്ടയൊന്നും വയ്ക്കാനില്ലല്ലോ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുട്ട ഇടാൻ തുടങ്ങി. പിന്നെ ഇവിടെ കാണുന്ന ബ്രൗൺ കളറിലുള്ളത് ഇവരൊക്കെ തന്നെ വിരിച്ചതാണ്. ഈ കറുത്ത കോഴികളൊക്കെ തന്നെ. ഇത് നമ്മൾ വിരിച്ചല്ല, നമ്മൾ ഇവരെ വാങ്ങിച്ചതാണ്. അപ്പം പിന്നെ നമ്മൾ കോഴിക്കുട്ടിയൊക്കെ വേണ്ടി തന്നെ അയച്ചൊരു തീറ്റ കൊടുക്കുന്നുണ്ട്, മഞ്ഞ കളറിലുള്ള. എനിക്ക് ആ തീറ്റേൻ്റെ പേരറിയില്ല, വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ചോളപ്പൊടി. ഇതാണ് നമ്മൾ കോഴിക്കുട്ടിയൊക്കെ കൊടുക്കാറ്. കറണ്ട് പോയി അപ്പോഴേക്കും. നമ്മൾ കുറച്ച് വെള്ളമാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊരു യെല്ലോയിഷാണ്. ക്യാമറയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ് തോന്നാനില്ല. ഇതൊരു യെല്ലോയിഷാണ്. പിന്നെ അത് വെള്ളത്തിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ഒരു സെമി സോളിഡോ, അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ചോളപ്പൊടിയാണ് അതാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ചോളപ്പൊടിയാണ് നമ്മൾ കൊടുക്കാറ് കോഴിക്കുട്ടികൾക്ക്. അതേപോലെ അമ്മക്കോഴിയും തിന്നാറുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വെള്ളവും വേണ്ട സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. ഇവരിപ്പോൾ കുറേ നേരം ചിക്കുന്നു. എന്നിട്ട് 2-3 പ്രാവശ്യം ഈ തള്ളക്കോഴി ചിക്കുമ്പോൾ അറിയാതെ കുട്ടികൾ ചവിട്ടിപ്പോവും. ചവിട്ടിപ്പോവെന്ന് പറഞ്ഞാൽ ബാക്കോട്ടേക്കായിപ്പോവും. എന്നിട്ട് പിന്നിപ്പോൾ ഇവരെ വിരിച്ചതൊക്കെ ഒരു കൊട്ടയിൽ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ hope you guys enjoyed the video. So don't forget to like, share and subscribe. Meet you in the next video.